ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങക്കായ കൊണ്ട് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇപ്പം ഇഷ്ടംപോലെ മുരിങ്ങക്കായ കിട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മുരിങ്ങക്കായ. ഇത് തയ്യാറാക്കാനായി 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. വലിയ മുരിങ്ങക്കായാണിത്. ഒരു കഷ്ണം സവാള, ഒരു ചെറിയ തക്കാളി. മുരിങ്ങക്കായ ഇതുപോലെ പുറം ഭാഗത്തുള്ള ആ പച്ച കളറൊന്ന് ഇതുപോലെ ചിരണ്ടി കളയണം. ചെറിയ ഇതുപോലെയുള്ള നീളത്തിലുള്ള ഒരു കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഇത്ര വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുരിങ്ങക്കായ മുഴുവൻ മുറിച്ച് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളി കഷ്ണങ്ങളാക്കിയതും സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മുരിങ്ങക്കായ നല്ലപോലെ വെന്ത് കിട്ടും. ഒരു മിക്സി ജാറിലേക്ക് 3 പിടി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നൈസായി അരച്ചെടുക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. മുരിങ്ങക്കായ വെന്ത് വന്നിട്ടുണ്ട്. ഈ അരച്ച തേങ്ങ ഈ മുരിങ്ങക്കായ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി ഇനി ഇത് ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ അരി വറുത്ത് പൊടിച്ച ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അരി വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കറി നല്ലപോലെ തിളക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ അരി വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും. ഏതരി ആയാലും മതി. ഉണക്കലരിയാണ് നല്ലത്. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുന്ന സമയത്ത് 8 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇതിനി മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നല്ല രുചിയുള്ള കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയറും ചെയ്യണേ. താങ്ക് യു.